നല്ല തിരക്കഥകളും നല്ല കഥകളും ഉണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഏതു സിനിമയും സൂപ്പർ ഹിറ്റ് ആകും. അതിലൊരു സ്റ്റാറിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിച്ച ഒരു വർഷമായിരുന്നു 2025. 2024 അപേക്ഷിച്ച് 2025 എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. 2025 ജാനുവരിയിൽ ആദ്യം റിലീസായി വന്നത് രേഖാചിത്രം എന്ന ആസിഫ് അലിയുടെ പടമായിരുന്നു. അത് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടുകയും മലയാള സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന കാലഘട്ടം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മേജർ ഹിറ്റ് അല്ലെങ്കിൽ മേജർ സിനിമ എന്ന് പറയുന്നത് ഈ മാർച്ചിൽ വന്ന ലാലേട്ടൻ്റെ എമ്പുരാൻ എന്നുള്ള സിനിമയായിരുന്നു. എമ്പുരാനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. അതൊരു വമ്പൻ ഹിറ്റായിട്ട് മാറുകയും മലയാള സിനിമയുടെ വാണിജ്യ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുകയും ഒരു സിനിമയായിരുന്നു ലാലേട്ടൻ്റെ എമ്പുരാൻ എന്നുള്ള സിനിമ. ലാലേട്ടൻ്റെതായിട്ട് അത് കഴിഞ്ഞ് തുടരും വന്നു, ഒപ്പം തന്നെ ഹൃദയപൂർവ്വം വന്നു. ഇവയെല്ലാം മലയാള സിനിമയിലെ മെഗാ ഹിറ്റുകളായിട്ട് തന്നെ മാറി. ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്ന ഒരു നടനായിട്ട് മലയാള സിനിമയിൽ 2025 ലാലേട്ടൻ മാറുകയും ചെയ്തു. ഒപ്പം തന്നെ മമ്മൂക്കയുടെ ബസൂക്ക ഒരു വൻ ഹിറ്റായിട്ട് മാറി. അത് കഴിഞ്ഞ് നമുക്കറിയാം 2025 മലയാളികളെ ഏറെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവം മമ്മൂക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവയോടനുബന്ധിച്ച കാര്യങ്ങളും. പക്ഷേ അവയെല്ലാം മറികടന്ന് മമ്മൂക്ക തിരിച്ചു വന്നിട്ട് കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസിംഗ് നടന്നു. ആ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതും 90-100 കോടിയിലേക്ക് തന്നെ കടന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ലാലേട്ടൻ മമ്മൂക്ക എന്ന നെടും തൂണുകളെ കുറിച്ചുള്ളതാണ്. ഇവർക്കിടയിൽ കുറേ സ്റ്റാറുകളുണ്ട്. അതേ മലയാള സിനിമയിലെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടുന്ന വേറൊരു സ്റ്റാറായിരുന്നു ദിലീപ്. ദിലീപിൻ്റെ കുറേ വർഷമായിട്ടുള്ള ദിലീപിൻ്റെ സിനിമകളൊന്നും അത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എങ്കിലും അദ്ദേഹത്തിന് ഈ വർഷം 2025 ഇറങ്ങിയ 1-2 സിനിമകൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ പോവുകയും ആവറേജ് ഹിറ്റ് എന്നുള്ള രീതിയിൽ പോവുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ വൺ റിലീസായി വന്ന ബബ്ബ എന്ന സിനിമ ഒരു വമ്പൻ ഹിറ്റിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ സിനിമ ഏതാണ്ട് 50 കോടിയോട് അടുത്ത് അടുക്കാറായി. ഇപ്പം മലയാള സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, മലയാള സിനിമയിൽ നല്ല കഥയും തിരക്കഥയും ഒപ്പം തന്നെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന, പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്ന സിനിമകളും വന്നാൽ അത് ഏത് സ്റ്റാറിൻ്റെ സിനിമകളാണെങ്കിലും ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് അത്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടേതായിട്ട് ഒരു പടമാണ് വന്നത്. അത് വന്നു വലിയ ചലനങ്ങളുള്ള കാലങ്ങൾ പോവുകയും ചെയ്തു. അതുപോലെ തന്നെ പൃഥ്വിരാജിന് 2025 അത്ര നായകനായിട്ടുള്ള സിനിമകൾ അത്ര ഹിറ്റായിട്ട് മാറ്റാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം എമ്പുരാനുള്ള സിനിമയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ എമ്പുരാൻ സിനിമയുടെ സംവിധായകനായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം കുറേ വിമർശനങ്ങൾ ഏൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 2025 പൃഥ്വിരാജിനെ സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പുതിയ ടർണിംഗ് ബിലായ് പുത്ത എന്നുള്ള സിനിമയും ഒരു ഫ്ലോപ്പ് സ്റ്റാറ്റസിലേക്ക് തന്നെയാണ് പോയത്. ഒപ്പം തന്നെ മലയാള സിനിമയിലെ വേറൊരു തിരിച്ചുവരവ്, ഒരു നടനെ തിരിച്ചുവരവ് നിങ്ങൾക്കെല്ലാം പിടിയിട്ടിക്കാനും ആ നടൻ വേറെ പോയിരുന്നില്ല എങ്കിലും 2-3 വർഷമായിട്ട് അദ്ദേഹത്തിന് അത്ര നല്ല കാലമായിരുന്നില്ല. അത് നിവിൻ പോളി പഴയ നിവിൻ പോളിയെ തിരിച്ചു വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചപ്പോൾ സർവ്വമായി എന്ന സിനിമയിലൂടെ നിവിൻ പോളി ഒരു തിരിച്ചുവരവ് തന്നെ നടത്തിയേക്കുവാണ്. ഇവിടെ നിന്നും ഒരു നല്ലൊരു പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് ആ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ ഒരു വൻ ഹിറ്റിലേക്ക് മാറും എന്നുള്ള ഒരു സംശയമില്ല. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ ഇതൊരു നല്ല വർഷമായിരുന്നു. അദ്ദേഹം ചെയ്ത ടൈപ്പ് ക്യാരക്ടറുകളിൽ നിന്നൊക്കെ മാറി പല ക്യാരക്ടറുകൾ ഇപ്പോൾ അദ്ദേഹം പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിൽ അദ്ദേഹം ആ സിനിമയെ വെരി ഓൺ ഡ്യൂട്ടി എന്നുള്ള ആ സിനിമയുടെ പേര്. തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതൊരു വൻ ഹിറ്റായിട്ട് മാറുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മോഹൻലാലിൻ്റെ പ്രണവിൻ്റെ ഒരു ഹിറ്റ് ഉണ്ടായിരുന്നു. അതും 50 കോടിക്ക് അപ്പുറം കളക്ഷൻ നേടിയ സിനിമയായിരുന്നു. ഇതൊക്കെയാണ് ഒരു മേജർ ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മലയാള സിനിമയിൽ പിന്നെ വേറൊരു ഹിറ്റ് എന്ന് പറയുന്നത്, ഞാനത് മറന്നു പോകാൻ പാടില്ലാത്തൊരു ഹിറ്റാണ്, വേറൊന്നുമല്ല, ലോക. മലയാള സിനിമയുടെ തലവരെ തന്നെ മാറ്റിയ സിനിമ. അതെ, മലയാള സിനിമയിൽ എത്രത്തോളം വാണിജ്യ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമ ഒരു 300 കോടി നേട്ടത്തിലേക്ക് ചെല്ലുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇത്രയും വേഗം എത്തിച്ചേരുമെന്ന് ആരും കരുതിയില്ല. അതുപോലെ രീതി മലയാള സിനിമയിൽ ഒരു 300 കോടി എന്നൊരു ചരിത്ര നേട്ടത്തിലേക്ക് എത്തിച്ച ലോക എന്ന സിനിമ, പ്രിയദർശൻ്റെ മകൾ കല്യാണി പ്രിയദർശൻ നായികയായ പടം, നസ്ലിനാണ് നായകൻ, ഒരു വൻ ഹിറ്റിലേക്ക് മാറിയിരുന്നു. അത് അതിൻ്റെ മുഴുവൻ ഒരു തരംഗമായി മാറിയ ഒരു സിനിമയായിരുന്നു. ഒപ്പം തന്നെ ഈ സ്റ്റാറുകളിലെ ഞാൻ പറഞ്ഞ സ്റ്റാറുകളില്ലെങ്കിൽ മലയാള സിനിമയിൽ നല്ല കഥകളും തിരക്കഥയും ഉണ്ടെങ്കിൽ ഓടും എന്ന് പറഞ്ഞ ഒരു ഏറ്റവും വലിയ തെളിവുകൾ ഒരാളായിരുന്നു നസ്ലിൻ. അദ്ദേഹത്തിൻ്റെ ആലപ്പുഴ ജിംഖാന വമ്പൻ ഹിറ്റിലേക്ക് മാറിയ സിനിമയാണ്. അദ്ദേഹത്തിന് 2-3 വർഷങ്ങളായിട്ട് നല്ല സിനിമകളുടെ ഭാഗം അദ്ദേഹത്തിന് വേണ്ടി 100 കോടി സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞായിരുന്നു. അങ്ങനെ കുറേ ഇപ്പം മലയാളത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 100 കോടി സിനിമകളുള്ള ഒരു നായകനിൽ ഒരാൾ നസ്ലിനാണെന്ന് തോന്നുന്നു. അങ്ങനെ മലയാള സിനിമ അത്യാവശ്യം നല്ലൊരു വർഷം 2024 നഷ്ടങ്ങൾ 200-ലധികം സിനിമകൾ 2024 ഇറങ്ങി. അതിൽ പകുതി കൂടുതലും ഫ്ലോപ്പുകളായിരുന്നു എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റും പറഞ്ഞപ്പോഴും മലയാള സിനിമ വൻ നഷ്ടത്തിലേക്കാണെന്ന് കൂപ്പുകുത്തുന്നു എന്നുള്ളൊരു കണക്ക് വന്നപ്പോഴും 2025 അതിനെല്ലാം ആശ്വാസമാവുകയാണ്. മലയാള സിനിമയിൽ 2025 ഇറങ്ങിയ എല്ലാ സിനിമകളും 100-50 സിനിമകൾ ഹിറ്റായിട്ടില്ല എങ്കിൽ പോലും മലയാള സിനിമയിലെ ഹിറ്റുകളെല്ലാം തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം മലയാള സിനിമയ്ക്ക് സാധ്യതകളുണ്ട് എന്ന് തെളിയിക്കുന്ന ഹിറ്റുകളായിരുന്നു. മലയാള സിനിമയ്ക്ക് വാണിജ്യപരമായിട്ട് ഇത്ര സാധ്യതകളുണ്ടെന്ന് തെളിയിക്കുന്ന കുറേ ഹിറ്റുകൾ നമുക്ക് 2025 കിട്ടി. മലയാള സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് 2025 എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വാണിജ്യ സാധ്യത വർദ്ധിച്ച വർഷമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു മലയാള സിനിമയിൽ ഇപ്പോൾ എനിക്ക് മേജറായിട്ടുള്ള കുറച്ച് സിനിമകളുടെ ഹിറ്റുകളുടെ മാത്രം കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സിനിമാ സംബന്ധമായിട്ട് കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഈ ചാനലിൽ പറയുന്നത്. എനിക്ക് ഈ ചാനലിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളൊന്ന് ശ്രമിക്കണം. ഞാൻ സിനിമ സംബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എന്തായാലും ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.